നമസ്കാരം കൂട്ടുകാരെ, പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഷോർട്സ് വീഡിയോനെ കുറിച്ചിട്ട് ഒരുപാട് സംശയങ്ങൾ കമൻസ് വഴിയോ അല്ലാതെ മെസ്സേജസിലുമൊക്കെ ചോദിക്കാറുണ്ട്. ധാരാളം സംശയങ്ങളുള്ളതിൽ ഞാൻ എല്ലാ ദിവസവും കുറച്ച് ഡൗട്ട്സായിട്ട് ഇപ്പോൾ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പലരും എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ യൂട്യൂബ് ഷോർട്സ് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാനായിട്ട് പോകുന്നത്. ഇന്ന് ഷോർട്സ് വീഡിയോനെ കുറിച്ചിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറയുന്നത്. പല യൂട്യൂബേഴ്സും എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ കഷ്ടപ്പെട്ട് ഷോർട്സ് വീഡിയോ ഒക്കെ എടുത്തിട്ട് അതൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അവർക്ക് പറ്റാറുള്ള ഒരു മിസ്റ്റേക്കിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. ധാരാളം പേര് അവരുടെ ഷോർട്സ് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് കുറേ നേരമൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കും, ഇല്ലെങ്കിൽ കുറച്ച് മണിക്കൂറുകളൊക്കെ നോക്കിയിട്ട് അതിനകത്ത് അവർക്ക് വ്യൂസ് ധാരാളം വന്നില്ലെങ്കിലും ആ വീഡിയോ അവർ ഡിലീറ്റ് ചെയ്തിട്ട് പിന്നീട് വീണ്ടും അത് അപ്ലോഡ് ചെയ്യും. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ യൂട്യൂബിൽ വെറുതെ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് വ്യൂസ് കുറവാണെന്നും പറഞ്ഞ് ഡിലീറ്റ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. പ്രത്യേകിച്ചും ഷോർട്ട് വീഡിയോസ് പലപ്പോഴും നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും ആദ്യം കുറേ നേരമൊക്കെ നോക്കുമ്പോൾ വ്യൂസൊക്കെ വളരെ കുറച്ചിട്ടൊക്കെ ആയിരിക്കും അത് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന വ്യൂസ് കിട്ടണമെന്നില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പെട്ടെന്ന് അതങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയരുത്. ഒരു 1-2 ദിവസം നോക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് നോക്കുമ്പോഴേക്കും നമ്മുടെ വീഡിയോ വന്ന് നമ്മൾക്ക് പ്രതീക്ഷകൾക്കപ്പുറം വ്യൂസ് കിട്ടുന്നതായിട്ട് ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്താണ് പ്രധാനമായിട്ടും ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വീഡിയോസ് അപ്ലോഡ് ചെയ്തു, ഷോർട്ട് വീഡിയോസ് ഉടനെ കുറേയൊക്കെ നോക്കിയിട്ട് അതങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയാതെ ഇരിക്കുക. മാത്രമല്ല നല്ല കണ്ടൻറ്റ് തുടരെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതുപോലുള്ള കൊച്ചു കാര്യങ്ങളെക്കുറിച്ച് പറയാനായിട്ട് ഇന്ന് രാവിലെ 9 മണിക്ക് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും.